പ്രകൃതി പണ്ടേ പ്ലാൻ ചെയ്ത ഒരു ഹൈടെക് സെലക്ഷൻ പ്രോസസ്സാണ് ചുംബനത്തിലൂടെ നടക്കുന്നതെന്ന് അറിയാമോ? അതായത് ഒരു ഡീപ്പ് ബയോളജിക്കൽ സ്കാനിങ്. നിങ്ങൾ ഒരാളെ ചുംബിക്കുമ്പോൾ വെറും സെക്കൻഡുകൾക്കുള്ളിൽ അയാളുടെ DNA-യും അയാളുടെ ഹെൽത്തും എല്ലാം നിങ്ങളുടെ ബോഡി സ്കാൻ ചെയ്തെടുക്കും. ഇതൊരു മാജിക്കൽ മൊമെൻ്റ് ആണ്. 1 ബില്യൺ ബാക്ടീരിയകളാണ് ഈ സമയം പങ്കാളികൾ തമ്മിൽ കൈമാറുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു വിയേർഡായിട്ടൊക്കെ തോന്നാം, പക്ഷെ സംഗതി ഒരു മാജിക് ആണ്. നിങ്ങളുടെ കെമിസ്ട്രി വർക്കൗട്ട് ആവുമോ, നിങ്ങളുടെ വൈബ് മാച്ച് ആണോ എന്നെല്ലാം ബ്രെയിൻ നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനിക്കുന്ന ഒരു മിസ്റ്റീരിയസ് മൊമെന്റ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിയാണ്ടർത്തലുകളും നമ്മുടെ പൂർവികരും ഉമ്മിനീരിലൂടെ കൈമാറിയ ആ രഹസ്യം ഇന്നും നമ്മൾ ആവർത്തിക്കുന്നു എന്ന് മാത്രം. ഇപ്പൊ നമുക്ക് മലയാളികളുടെ ഫസ്റ്റ് കിസ് സ്റ്റോറീസ് ഒന്ന് കണ്ടു നോക്കിയാലോ? ചിലർക്ക് അതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്, ഇനി വേറെ ചിലർക്ക് പറയാൻ പോലും താല്പര്യമില്ലാത്ത ക്രിഞ്ച് മൊമെന്റ്. അത് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആയിരുന്നു. രസകരമല്ലായിരുന്നു, പേടിച്ചിട്ട് തന്നെയായിരുന്നു. ഇവിടെ തന്നെ ആയിരുന്നു ഒരു അപ്പുറത്തെ മരത്തിന്റെ ചോട്ടി. എനിക്ക് ഫസ്റ്റ് കിസ് ഇല്ല, ഞങ്ങള് അങ്ങനെ അത് 1ാം ക്ലാസ്സിൽ ഇല്ല, അതറിയാതെ ടൈപ്പ് ഓഫ് ഷോയിങ് ലവ്. നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള നമ്മുടെ ഇൻറ്റിമസിയും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഇതുപോലെയാണ്. കണ്ടില്ലേ, നമ്മളിൽ പലർക്കും ചുംബനം എന്നത് പ്രണയത്തിന്റെയോ ഇഷ്ടത്തിന്റെയോ ഒരു സ്വകാര്യ നിമിഷം മാത്രമാണ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ ഉത്തരങ്ങൾക്കും അപ്പുറമുള്ളതാണ് റോമൻ സാമ്രാജ്യത്തിലെ വിചിത്രമായ നിയമങ്ങൾ മുതൽ നിയാണ്ടർത്തലുകളുടെ DNA വരെ നീളുന്ന ചുംബനത്തിന്റെ ചരിത്ര രഹസ്യങ്ങൾ. 2 കോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികരായ പ്രൈമേറ്റുകൾക്കിടയിലാണ് ഇതിന്റെ തുടക്കം. പണ്ട് അമ്മമാർ ഭക്ഷണം ചവച്ചരച്ച് കുഞ്ഞുങ്ങളുടെ വായിലേക്ക് നൽകുന്ന പ്രീ മാസ്റ്റിക്കേഷൻ എന്ന രീതിയിൽ നിന്നാണ് ഇന്നത്തെ ചുംബനം ഉണ്ടായതെന്ന് ശാസ്ത്രം പറയുന്നു. ഇനി റോമൻ കാലഘട്ടം നോക്കിയാൽ പുരാതന റോമക്കാർ ചുംബനത്തെ വെറും ഒരു സ്നേഹ സ്പർശനമായല്ല കണ്ടത്. അവർ അതിനെ 3ആയി തരംതിരിച്ചു. സുഹൃത്തുക്കൾക്കിടയിലെ മാന്യതയുടെ അടയാളമായി നൽകുന്ന ഓസ്കുലം, ദമ്പതികൾക്കിടയിലെ ബേസിയം, തീവ്ര അനുരാഗത്തിൽ നിന്നുണ്ടാകുന്ന സാവിയോലം എന്നിവയാണവ. അന്ന് ജുസ് ഓസ്കുലി എന്നൊരു വിചിത്ര നിയമവും റോമക്കാർക്കിടയിൽ നിലനിന്നിരുന്നു. ഒരു സ്ത്രീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പുരുഷന്മാർ അവരെ ചുംബിക്കുമായിരുന്നു. BC 1500-ലെ വേദങ്ങളിലും 4500 വർഷം പഴക്കമുള്ള മെസപ്പൊട്ടോമിയൻ ലിഖിതങ്ങളിലും ഇതേക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. അപ്പൊ സംഗതി സിമ്പിൾ ആണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരാളെ ചുംബിക്കാൻ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, നടക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ജനറ്റിക് ഇന്റർവ്യൂ ആയിരിക്കും. ആ സമയം ഒരു ഫയർ വർക്ക്സ് കണ്ട ഒരു ഫീലൊക്കെയാണ് തോന്നുന്നതെങ്കിൽ അത് നിങ്ങളുടെ ബ്രെയിൻ തരുന്ന ഒരു ഗ്രീൻ ഫ്ലാഗ് ആയിരിക്കും. ഇനി അതല്ല, നേരെ മറിച്ച് ആദ്യ ചുംബനം ചില ആളുകൾക്ക് ഒരു ടേൺ ഓഫ് ആയി മാറാറുണ്ട്. അങ്ങനെയെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ DNA തമ്മിൽ മാച്ച് ആകുന്നില്ല എന്നാണ്.